നമസ്കാരം, എൻ്റെ പേര് ജയപാർവതി. പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ദന്തവിഭാഗത്തിലെ ചീഫ് ഡെന്റൽ സർജനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ സെർവിക്കൽ അബ്രേഷൻ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അതായത് സെർവിക്കൽ അബ്രേഷൻ എന്ന് പറഞ്ഞാൽ മോണയും പല്ലും തമ്മിൽ ചേരുന്ന ഭാഗത്ത് കത്തികൊണ്ട് കീറിയ പോലെ ഒരു പാട് കാണാം. അതിനെയാണ് സെർവിക്കൽ അബ്രേഷൻ എന്ന് പറയുന്നത്. ഇത് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ഒരു പുറംപാളിയുണ്ട്, ഇനാമൽ എന്ന് പറയും. ഇനാമലിന് ഉണ്ടാവുന്ന തേയ്മാനമാണ് സെർവിക്കൽ അബ്രേഷനിലോട്ട് നയിക്കുന്നത്. ഇത് ഉണ്ടാവാനായിട്ടുള്ള കാരണം നിങ്ങളുടെ തെറ്റായ ബ്രഷിംഗ് രീതി കാരണം ഉണ്ടാവാം. അതേപോലെ പലരും 2 വട്ടമൊക്കെ ആയിരിക്കും ബ്രഷ് ചെയ്യുന്നത്, 2-ൽ കൂടുതൽ വട്ടം ബ്രഷ് ചെയ്യുന്നവരുണ്ട്, അത് കാരണം ഉണ്ടാവാം. അതേപോലെ ആയിട്ട് ബ്രെക്സിസം എന്ന് പറയും. അതായത് രാത്രി ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴോ ഒക്കെ പല്ലിറുമുന്ന സ്വഭാവം ചിലർക്ക് കാണും, അത് കാരണം ഉണ്ടാവാം. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് സോഫ്റ്റ് ബ്രിസിൽസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഭയങ്കര ഹാർഡ് അല്ലാത്ത ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇതൊക്കെയാണ് ഇതിന് ഉണ്ടാവുന്ന കാരണം. സെർവിക്കൽ അബ്രേഷൻ ഉണ്ടായി കഴിയുമ്പോഴാണ് പലർക്കും പുളിപ്പ്, സെൻസിറ്റിവിറ്റി ഒക്കെ ഉണ്ടാവുന്നത്, അസഹനീയമായിട്ടുള്ള പെയിന് അതൊക്കെ ഉണ്ടാവുന്നത് ഈ സെർവിക്കൽ അബ്രേഷനിലാണ്. അപ്പോൾ നമുക്ക് ഈ സെർവിക്കൽ അബ്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ കളറിലെ മെറ്റീരിയലുണ്ട്, GIC എന്ന് പറയും, അല്ലെങ്കിൽ കോമ്പോസിറ്റ്. ഇവയൊക്കെ കൊണ്ട് ആ ഭാഗത്ത് പല്ലിൻ്റെ കളറിലെ മെറ്റീരിയലാണ് ഇവയൊക്കെ, അത് വെച്ചിട്ട് ഒരു കോട്ടിങ് കൊടുക്കും. അപ്പോൾ ഡയറക്റ്റ് ചൂടും തണുപ്പും ഒന്നും ഏക്കത്തില്ല പല്ലിൽ. അപ്പം ഈ സെൻസിറ്റിവിറ്റി, ഭയങ്കര വേദന എന്നുള്ളത് നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും.